ഹായ് ഹലോ സുഹൃത്തുക്കളെ, കുറച്ച് നാളായി ഒരു വ്ളോഗ് ഇട്ടിട്ട്. അപ്പോൾ ജോലി കഴിഞ്ഞ് പോകുന്നൊരു യാത്ര ഒരു വ്ളോഗായിട്ട് കാണിക്കാമെന്ന് കരുതി. കാണുന്നതാണ് മൈ ജിം. ഇവിടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഒന്നും കാണിച്ചു തരാം. കണ്ട ആഹാ. അപ്പോൾ കൂട്ടിയെല്ലാം കഴിഞ്ഞ ശേഷം റൂമിലേക്ക് പോകുകയാണ്. റോഡ് ക്രോസ് ചെയ്താണ് പോയി വണ്ടിയൊക്കെ പറഞ്ഞാൽ നോക്കണം. ഇല്ലെങ്കിൽ രണ്ടുണ്ട് കാര്യം: ഒന്ന് ഫൈൻ അടിക്കും, ഇല്ലെങ്കിൽ അതിന് വണ്ടി തട്ടും. ശേഷം നടക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 12 മണി കഴിഞ്ഞ് 2 മണിക്കൂർ ആകാൻ പോകുന്നു. അതായത് 2 കാണിച്ചു തരാം. വേണ്ട എല്ലാവരും ജോലികൾ കഴിഞ്ഞ് അവരവരുടെ റൂമിലേക്ക് പോവുകയാണ്. ഞാനും ആ കൂട്ടത്തിൽ ഒരാളായി റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നേരം പെരപെരാന്ന് വെളുക്കുന്നതേ ഉള്ളൂ ഇവിടെ. അതായത് സൂര്യൻ എപ്പം വരുമെന്ന് അറിഞ്ഞൂടാ. സൂര്യൻ വന്നാൽ പിന്നെ പോണതൊരു സമയത്താണ്. കാരണം ഒടുക്കത്തെ ചൂടാണ്. വേർത്ത് കുളിച്ചും മനുഷ്യൻ്റെ എന്താ പറയുക, അങ്ങനത്തെ അവസ്ഥയാണിപ്പോൾ. ഭയങ്കര ചൂടാണിപ്പോൾ. ചുമ്മാ എല്ലാവരും ജോലി കഴിഞ്ഞ് പോകുന്നതേ ഉള്ളൂ. എല്ലാവരും റൂമിലേക്ക് പോയി കിടക്കാൻ പോകുന്നേ ഉള്ളൂ. പോകുന്ന വഴി ഒന്നുകൂടെ കാണിച്ചു തരാം. ചെറിയ വ്ളോഗാ. ആ യൂട്യൂബ് വ്ളോഗാന്ന് ചോദിച്ച് 2 പേര് നടന്നു പോയത്. അപ്പോൾ അവർക്കും ഒരു വലിയ നമസ്കാരം. അതിന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ചാനലിൻ്റെ പേര് പറയാൻ ഞാൻ മറന്നുപോയി. സാരമില്ല, അത് പിന്നെ ചെയ്യാം. അപ്പോൾ എന്താ പറയുക, ഇപ്പം ഒറ്റയ്ക്കാണ് എപ്പോഴും നടന്നു പോകുന്നത്. ഇപ്പം ഇന്നായപ്പോൾ വ്ളോഗും കൂടെ എടുത്ത് നടക്കാമെന്ന് വിചാരിച്ചാൽ അതാകുമ്പം റൂം എത്തും വരെ ബോറടിക്കില്ലല്ലോ. നിങ്ങളുണ്ടല്ലോ കൂട്ടിന്. നാട്ടിൽ നിന്ന് ഇവിടെ വന്ന ശേഷം ഇങ്ങനെ വ്ളോഗ് ഞാൻ ഇട്ടിട്ടില്ല. കാരണം വ്ളോഗ് കുറവായിരുന്നു, കൂടുതലും ഷോർട്സ് ആയാണ് ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ വിചാരിച്ച് ഒന്ന് വ്ളോഗ് എടുത്ത് കളയാമെന്ന്. പ്രത്യേകിച്ച് വേറൊന്നുമല്ല, ബോറടിക്കണോണ്ടാണ് സത്യമാകട്ടെ. റൂം വരെ ചുമ്മാ അങ്ങാറ്റ് ഒറ്റ കിടക്കും. അവളാണെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിക്കാണും. ഏകദേശം ഒരു 11 മണി 11:30 എത്തും. പോകുമ്പോൾ 1-2 സാധനം വാങ്ങിച്ചിട്ട് വേണം ഇനി റൂമിലേക്ക് പോകാൻ. ആരുമില്ല, വിജനമായി കിടക്കുന്നു. റോഡ് സൈഡ് അപ്പുറത്താണ്. അത് ഞാൻ അവിടെ ചെന്നിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുക. അപ്പോൾ സിഗ്നലൊക്കെ കാണിച്ചു തരാമേ. കണ്ട ഒരു പൂച്ച. ബൈ ബൈ. എല്ലാ വാഹനങ്ങളും അങ്ങനെ കിടപ്പുണ്ട്. അത് ഇവിടുത്തെ ശൗചാലയമാണ്. അതായത് ഫ്രീ ടോയ്ലറ്റാണ്. ഇവിടെ മിക്ക സ്ഥലങ്ങളിലുണ്ട് ടോയ്ലറ്റ്. അതൊരു ഭയങ്കര നല്ലൊരു കാര്യമാണ്. ടാക്സി പോകുന്നു. അതാണ് ലുലു എക്സ്പ്രസ്. അതായത് ലുലു മാൾ. ഇവിടുത്തെ ചെറിയ ലുലു മാളാണ്. ഇതിൻ്റെ മെയിൻ വലുത് അപ്പുറത്തുണ്ട്. അതിൻ്റെ സ്ഥലത്തിൻ്റെ പേരൊക്കെ പഠിച്ച് പറഞ്ഞേ ഉള്ളൂ. കറക്റ്റ് ആ സ്ഥലത്തിൻ്റെ പേരെനിക്ക് അറിയത്തില്ല. അപ്പുറത്തുണ്ട്. അതിനെക്കാട്ടി വലിയ ഗംഭീരമായിട്ടുള്ളൊരു ലുലു ആണ്. ഇനിയിപ്പം എന്നെ പോലുള്ള മിക്ക ആൾക്കാരും കാണും സ്ട്രൈറ്റ് ഡ്യൂട്ടി. ഉച്ച മുതൽ നൈറ്റ് വരെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പയ്യെ നടന്ന് റൂമിലെത്തും. റൂമിലെത്തിയ ശേഷം ആഹാരം കഴിച്ച് 1-2 സിനിമയൊക്കെ കണ്ട്, 1-2 അല്ല, ഒരു സിനിമ കണ്ട ശേഷം കിടന്നുറങ്ങുമ്പോൾ ഒരു സമയമാകും. ലുലു അടച്ചിരിക്കുകയാണ് കേട്ടതാ. ഇതാണ് ലുലു മാളടച്ച്. ഇന്നലെയൊക്കെ 2 മണി വരെ 2:30 വരെയൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ വന്നപ്പോൾ ഓപ്പൺ ആയിരുന്നു. ഇന്ന് എന്തോ അറിയത്തില്ല, അടച്ചു. ചില സമയത്ത് ഇവർ ഓപ്പൺ ചെയ്യും. ചില ഓഫറൊക്കെ ഇടുന്ന സമയത്ത് ഇവരാണെങ്കിൽ ഏകദേശം ഒരു 2:30-3 മണി വരെയൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും. അപ്പം ഭയങ്കര തിരക്കുമാണ്. അവരാണ് ബില്ലടിക്കാൻ നിൽക്കുന്നവർ മൊത്തം പോയിട്ട് അവർ ക്ലോസ് ചെയ്യത്തുള്ളൂ. മെയിൻ റോഡ് കാണിച്ചു തരാം. കണ്ടാ മെയിൻ റോഡ്. എൻ്റെ മിക്ക വ്ളോഗിലും ഈ റോഡും സിഗ്നലും ഇല്ലാതെ ഇട്ടിട്ടില്ല. കണ്ടാ ആ ലുലുവിൻ്റെ ഭംഗി ലൈറ്റൊക്കെ ഇട്ട് നല്ല കുട്ടപ്പനൊക്കെ ഇട്ടിട്ടുണ്ട്. ഓഫറൊക്കെ വരും ഉടനെ. ഇനി
നമുക്ക് നേരെ റോഡ് ക്രോസ് ചെയ്യണം. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ കുറേ ശ്രദ്ധിക്കണം. ആദ്യം ദേ വരുന്നു, വേണ്ട ഈ ലൈനുണ്ട, ഇവിടെ നിൽക്കണം. ഇവിടെ നിന്ന ശേഷം പയ്യെ നടക്കണം. എന്നിട്ട് വീണ്ടും വീണ്ടും പറയുന്ന കാര്യമാണ്, വന്നേ ഇതിൽ ഞെക്കണം. കണ്ട ഒരു ലൈറ്റ് കത്തിയാണ്ട. ഇനി നമുക്കുള്ള പച്ച കത്തും. അല്ല, നമ്മുടെ നാട്ടിലാണ് ഇപ്പം റോഡ് ക്രോസ് ചെയ്തത്. കാരണം വണ്ടികളൊന്നും ഇല്ലല്ലോ, വിജനമായി കിടക്കണമുണ്ട്, റോഡ് ക്രോസ് ചെയ്യും. എനിക്കുള്ളതായിട്ടുണ്ട്. പക്ഷേ പച്ച കത്തിയിട്ടുണ്ട്. ഇതിൽ ചുവപ്പ് മനുഷ്യനാണ് കിടക്കണം. പക്ഷേ എന്തായാലും കുഴപ്പമില്ല, പച്ച അവിടെ കത്തിക്കഴിഞ്ഞാൽ നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് പോകാൻ പറ്റും. മിനിറ്റ് തുറന്നാണ്ട. ഇനി എവിടെ 1 മണി 2 മണി 3 മണി 4 മണി എത്ര മണി ആയാലും സിഗ്നല് പച്ച കത്താതെ ഒരു വണ്ടി ക്രോസ് ചെയ്യാൻ സമ്മതിക്കൂല. അടുത്ത സീബ്ര ലൈന്, കറക്റ്റ് സീബ്ര ലൈനിൽ കൂടെ ഞാൻ ഇപ്പം നടക്കത്തുള്ളൂ. എന്താ നല്ല കുട്ടിയായി. അവിടെ ഇത് പാർക്കാണ്. ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാം. ഇപ്പോഴും ചില സമയത്ത് ആൾക്കാർക്ക് ഇഷ്ടം പോലെ വന്നിരിക്കാറുണ്ട്. ഇപ്പം ആരും കാണല്ല. അതെ, എവിടെയൊക്കെ ഉണ്ട്. അവരവിടെ ഇരുന്ന് ചൊല്ലിട്ട് നമുക്ക് പോവാം. റൂമിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അലൈനിൽ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ റൂമിലോട്ടുള്ള വഴി ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരണത്. ഇതും കണ്ടു വെച്ച് നേരെ വന്നോ. അയ്യോ, നല്ല വിശപ്പുണ്ട്. പോയിട്ട് വേണം എല്ലാം തിന്നായി. ഇത് 10 നമ്പറില്ലേ. ഇപ്പം എല്ലാം ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഒരു സമയം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വെള്ളമൊക്കെ നല്ല തെറിച്ച് കളർഫുള്ളായിട്ട് വരും. ഇതേ പാർക്ക്, കസേര ഒഴിഞ്ഞ് കിടപ്പുണ്ട്. വേണ്ട പനമരം എല്ലാം സെറ്റായിട്ടിരിപ്പുണ്ട്. കാരണം നല്ല ചൂടത്തല്ലേ ഇതിൻ്റെ സീസൺ വരുന്നത്. ഇവിടെ തന്നെ ഇവരെന്നെ വൃത്തിയാക്കി വെട്ടി എല്ലാം സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഐറ്റം കാച്ചാൽ മതി. ദേ വരുന്ന സാധനം കണ്ട, ഇവിടുത്തെ മെയിൻ സ്കൂട്ടറാണ്. ഈ സൈക്കിളാണ്. ഇത് ഓടിക്കണമെങ്കിൽ ഹെൽമെറ്റ് വേണം. അതിൻ്റെ അകത്തുള്ള സേഫ്റ്റി മെറ്റീരിയൽസ് എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പോയ സാധനം ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലാത്ത പക്ഷെ ഓടിച്ചു കഴിഞ്ഞാൽ ഫൈൻ സ്പോട്ടിൽ കിട്ടും. നടന്ന് വയ്യ ഗൈസ് നിങ്ങളെ ഗൈസ് എന്ന് വിളിച്ചിട്ട് കുറേ ദിവസമായി. പിന്നെ എന്നെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് എന്നെ വ്ളോഗിൽ കൂടെ കാണാമല്ലോ. കാരണം അങ്ങനെയാണല്ലോ, ഒരു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രവാസിയായി ആവണം നമ്മളിൽ ആരെങ്കിലുമൊക്കെ പോവാത്തവരുണ്ടെങ്കിൽ. കാരണം അത് അനുഭവിച്ച് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു സുഖം അറിയുള്ളൂ. എന്നെ കാണാൻ പറ്റുമെന്നോ, ഭയങ്കര ഇരുട്ടാണെന്ന് തോന്നാട്ടാ. അഥവാ കാണാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ കുരൽ മാത്രം, അതായത് ശബ്ദം മാത്രം നിങ്ങൾ കേട്ടോണ്ടിരുന്നാൽ മതി. കാരണം ബാക്ക് ക്യാമറ തിരിക്കുമ്പം ചിലപ്പം ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇരുട്ടായിരിക്കും. പിന്നെ എന്താ പറയുക, പാർക്കിലൊക്കെ ഇവിടെയും പാർക്കുണ്ട്, വിജനമായ റോഡ് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് അപ്പുറത്തെത്തിയിട്ട് വരാം കേട്ടാ. ടാറ്റാ, ഇപ്പം വരാം. എന്താണ്ട മൊത്തം മഞ്ഞ ലൈറ്റാണ്. കാരണം നല്ല രസമുണ്ട്. ഒന്ന് കാണിച്ചു കേട്ടാ. ഇപ്പം സമയം ഇവിടെ ഏകദേശം ഒരു 2 മണിയെങ്കിലും ആയിക്കാണ്. 2 കഴിഞ്ഞ്. ഇപ്പം നാട്ടിലായിരുന്നെങ്കിൽ ഞാൻ ഒറ്റക്കിറങ്ങി നടക്കൂല. ബാക്കിയുള്ളൊരു കാര്യം അറിഞ്ഞുകൂടാ, കിടുങ്ങിപ്പോകും. കാരണം നമ്മുടെ സ്ഥലത്ത് വെച്ച് നമ്മളിങ്ങനെ 2 മണിക്ക് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വെട്ടം ഇല്ലെങ്കിൽ പോലും, ഇതിനും വെട്ടം ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു പേടിയായിരിക്കും. പിറകെ ആരെങ്കിലും ഉണ്ടാ, എനിക്കിപ്പോൾ കാണാൻ പറ്റില്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറ, പിറകെ ആരെങ്കിലും വരുമോ, അങ്ങനെ നമ്മൾ ചിന്തിച്ചേ നടക്കുകയുള്ളൂ. ഉള്ളിലൊരു പേടിയായിരിക്കും. പക്ഷേ നമ്മൾ ഇവിടെ വന്ന ശേഷം എന്തോ ഈ സമയത്ത് 2 മണിയായാലും 1 മണിയായാലും നമുക്ക് നടക്കാം. അത്ര സേഫ്റ്റിയാണ്. എന്താണെന്ന് അറിഞ്ഞൂടെ, ഈ വെട്ടത്തിനിടയിലും ഒറ്റയ്ക്ക് നടക്കാൻ ഒരു കുഴപ്പമില്ല. പ്രേതഭൂതങ്ങളില്ല എന്നൊരു വിശ്വാസം ഉണ്ട് ഇവിടെ. പ്രേതം കാണൂല. പ്രേതങ്ങളെ നിങ്ങളെ ഞാൻ പുച്ഛിക്കുന്നതല്ല, ഞാൻ എൻ്റെ മനസ്സിനെ ഞാൻ തന്നെ പറയുകയാണ്, പ്രേതമില്ല ഇല്ല എന്ന്. അല്ല, ഇരുട്ട് ഞാൻ കാണിച്ചു തരുന്നില്ലേ. കണ്ട, ഞാൻ വന്ന വഴിയാണ്, ഇരുട്ട് കണ്ട, ആരുമില്ല. വീണ്ടും ഈ സീബ്ര ലൈനിൽ കൂടെ തന്നെ റോഡ് ക്രോസ് ചെയ്യണം. ഇല്ലെങ്കിൽ CIDs ഉണ്ട്. CIDs സ്പോട്ടിൽ വന്ന് നമുക്ക് ഫൈൻ അടിച്ചിട്ട് പോകും. ഫൈൻ എന്നൊക്കെ പറയാം, എങ്ങനെ പോയാലും ഒരു 500 300 അതിൽ കുറയാതെ ഒരു ഫൈൻ അവർ തരത്തില്ല. എന്തിനാ വെറുതെ ഫൈൻ വാങ്ങണത്? സീബ്ര ലൈനിൽ കൂടെ നടക്കൂ, നന്നായിട്ട് പോകൂ. ഇനി ഞാൻ ഇതുവഴി പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ബക്കാലുണ്ട്, കാണുന്നത്. അവിടെ നിന്ന് പാല് വാങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് പോണത്. അവൾ വിളിച്ച് പറഞ്ഞ് പാലും കൂടെ വാങ്ങിച്ചിട്ട് വരുവാൻ.
ആയതിനാൽ പാല് വാങ്ങാൻ വേണ്ടി പോകുകയാണ്. ഒരു കുപ്പി പാല് വാങ്ങണം. എന്നിട്ട് ശബ്ദം എന്നെ കാണാമോന്ന് എനിക്കൊരു ഗ്യാരണ്ടിയില്ല. ഉള്ളത് വെച്ച് എൻ്റെ ശബ്ദം വെച്ച് നിങ്ങൾ ഒന്ന് എന്നെ ഓർത്തെടുത്തോണേ. അതായത് ഞാൻ എൻ്റെ മുഖം ഒന്ന് ഓർത്തെടുത്തോണെന്നാണ്. ഇനി വെട്ടത്തോട്ട് പോവാം. ടാക്സിയൊക്കെ ഓർഡർ ഉണ്ട്. അപ്പം നമുക്ക് ബക്കാലയ്ക്ക് ഉള്ളിലോട്ട് പോവാം. ബക്കാല എന്നാണ് പറയണത്, ഇവിടുത്തെ പലവ്യഞ്ജനക്കട. ഇടയ്ക്കിടയ്ക്ക് ഓരോ ബക്കാലകളുണ്ട്. ബക്കാലയ്ക്ക് ഉള്ളിലോട്ട് പോവാം. തേണ്ട ഇതാണ് ബക്കാല. ഒരു 3 മണിക്കൊക്കെ അടയ്ക്കത്തുള്ളൂ. ഭയ്യാ, ടുഡേസ് വ്ലോഗ്. യാ, എൻ്റെ അത് പാല് എടുക്കണം. ഇവൻ ഡേറ്റ് നോക്കി അടുത്തുള്ളതിനെ അവിടെ ഫ്രണ്ടിൽ വയ്ക്കും, ഇല്ലാത്തതിനെ ബാക്കി വയ്ക്കും. സാധനം തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ട് എക്സ്പയറി ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. 10/5. കുഴപ്പമില്ല. പാല് മാത്രം വാങ്ങിച്ചാൽ മതി. വേറെ എന്തെങ്കിലും വേണമെന്തോ? ഒരു മാംഗോ ജ്യൂസ് എന്തോ വാങ്ങാൻ പറഞ്ഞു. അതും കൂടെ ഒന്ന് വാങ്ങട്ടെ. കേട്ടോ, ഇത് 2 വാങ്ങി. ഇനി സെക്കൻഡിനെ കണ്ട് പൈസ കൊടുത്തിട്ട് പോവാം. ഇല്ലല്ലോ ആടാ, എന്താ ബ്രോ? എത്രയായി? എൻ്റെ മലയാളം കേൾക്കാൻ വേണ്ടി എൻ്റെ ഫാൻസ് കാത്തിരിക്കുകയാണ്. 6. ഇതാണ് ഇവിടുത്തെ 5 രൂപ. 5. അയ്യോ, പൈസ തറയെ പോയി. പൈസ എടുക്കട്ടെ. ദേണ്ട 1 രൂപ. അപ്പോൾ 6. ഓക്കെ, പൈസ കൊടുത്തു. ചെറുക്കൻ കവറിലോട്ട് സാധനം ഇടുകയാണ്. പാലും വാങ്ങിച്ചുകൊണ്ട് നേരെ റൂമിലേക്ക് ഓടണം. ചെക്കനൊരു ടാറ്റ കൊടുക്കട്ടെ. ബൈ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. അലയിലുള്ളവർക്ക് നല്ല കീഴിൽ ഓഫറിൽ കടയുണ്ട്. എല്ലാ സാധനവും വില കുറച്ചാണ് ചെറുക്കൻ തരണത്. വാങ്ങാൻ താല്പര്യമുള്ളവരും കൂടെ വരിക. ഓക്കെ, ഫ്രീ ആയിട്ട് കടയിൽ പരസ്യം കൊടുത്തിട്ടുണ്ട്. ബൈ, ഗുഡ് നൈറ്റ്. ചെറുക്കനൊരു ടാറ്റയും കൊടുത്ത ശേഷം റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇവിടെ പറയുന്നു. കാരണം ഇനി അങ്ങോട്ട് മൊത്തം ഇരുട്ടാണ്. ഇപ്പോഴേ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല ഇരുട്ടാണ്. അപ്പോൾ വെട്ടത്തിൽ വെച്ച് ഒരു നല്ലൊരു വ്ളോഗുമായിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ടാറ്റാ.